ഇടുക്കി പൂപ്പാറ ടൗണിലെ വ്യാപാരികളെയും നാട്ടുകാരെയും കുടിയിറക്കുവാനെത്തിയാൽ ചെറുക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം. 60 വർഷത്തിലധികമായി മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുവാൻ പറയുന്നത്. നീതി നടപ്പായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പൂപ്പാറ ടൗണിലെ 56 നിർമ്മിതികൾ കയ്യേറ്റ ഭൂമിയിലാണെന്നും അവ പൊളിച്ചുമാറ്റുവാനും ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതനുസരിച്ച് ജില്ലാ കളക്ടർ മേഖലയിലെ ആളുകൾക്ക് നോട്ടീസും നൽകി. വിഷയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടതിയിൽ കക്ഷി ചേരില്ലെങ്കിലും നാട്ടുകാർ നൽകുന്ന അപ്പീലിൽ നീതി ലഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും നാട്ടുകാരെ അണിനിർത്തി ഒഴിപ്പിക്കൽ നടപടികൾ ചെറുക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു. പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിച്ച് നമ്മൾ നീങ്ങും. നമ്മുടെ 3000-ഓളം പോലീസുകാരെ വണ്ണപ്പുറത്ത് പണ്ട് കുടിയിറക്കാൻ വന്നതല്ലേ? എന്താ അവിടുന്ന് കുടിയിറക്കി നിർത്തി പോയത്? എന്തുകൊണ്ടാണ് കുടിയിറക്കി നിർത്തി പോയത്? ജനങ്ങളുടെ എതിർപ്പ് വന്നപ്പോ ശരി തൽക്കാലം പെനി വെക്കാൻ പറഞ്ഞു. ഇപ്പോഴും അവരവിടെ താമസിക്കുന്നില്ലേ എന്ന് പറഞ്ഞത് വേണം. ഇപ്പൊ കോടതിയുടെ ഉത്തരവിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാകത്തില്ല എന്ന് നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഇല്ലേ? ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. 6 പതിറ്റാണ്ടിലധികമായി പൂപ്പാറയിൽ കുടിയേറി പാർത്തു വരുന്ന ആളുകളെയാണ് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനധികൃതമായി കൈയേറിയാൽ ആ നിമിഷം ഒഴിവാക്കണം. ഒരു 60 വർഷം കഴിഞ്ഞാണോ ഇത് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒഴിപ്പിക്കാൻ ചെല്ലുന്നത്? ഒരു 6 മാസം 7 മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കി വിട്ട പ്രശ്നം തീർന്നില്ലേ? ഇതിപ്പോ 10-60 വർഷമായ കുഞ്ഞുകുട്ടി പരാധീനമടക്കം ജീവനോപാധി മുഴുവൻ ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് വിട്ടെറിഞ്ഞിട്ട് എന്നാ കിട്ടിയേക്കുന്നത്? പരമാവധി 1 സെന്റ് 2 സെന്റ് അത് മുഴുവൻ വിട്ടെറിഞ്ഞ് പോകണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനകത്തൊരു മാനുഷിക വശവുമില്ല. പ്രതിഷേധം കടുപ്പിക്കുന്നതിനൊപ്പം നിയമപരമായും ഉത്തരവിനെ മറികടക്കുവാനാണ് വ്യാപാരികളും നാട്ടുകാരും ശ്രമിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.